അതെ, ഹർഷനെ കണ്ട് മുന്നോട്ട് വരുമ്പോഴായിരുന്നു അവിടെ ആക്സിഡന്റ് ഉണ്ടായത്. എന്നെ ഹർഷന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു ഓർമ്മ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ മാഡം അങ്ങനെ എന്നെ ഫോളോ ചെയ്തെത്തി? ഹോസ്പിറ്റലിൽ നിന്ന് ഹർഷന്റെ ഒപ്പം കാറിനുള്ളിൽ ഇവരും ഉണ്ടായിരുന്നു. എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്ന എന്നെ ഹർഷന്റെ മുന്നിൽ എത്തിക്കാൻ ഇവര് കുറെ പാടുപെട്ടു. അല്ല, എന്തിനാ എന്നെ എങ്ങനെ തിരക്കി നടക്കുന്നേ? ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? നിങ്ങൾ വിവാഹം കഴിക്കാനിരുന്ന കാർത്തിക അവളിപ്പോ എന്റെ ജീവിതം തകർത്തോണ്ടിരിക്കുക. കാർത്തിക അറിയോ? ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് അവളുടെ വിവാഹമാണ് ഹർഷ. കാർത്തിക വിവാഹം കഴിക്കാൻ പോകുന്നത് മറ്റാരെയുമല്ല ഹർഷ, എന്റെ വിഷ്ണുവേട്ടനെയാ, എന്റെ ഹസ്ബൻഡിനെ. അതുകൊണ്ട് എനിക്ക് കല്യാണം മുടക്കിയേ പറ്റൂ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ കൊന്നവെന്നുള്ള പേര് കിട്ടും. വിഷ്ണുവേട്ടൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ആഗ്രഹിച്ച ജീവിതം നടന്നില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം നടക്കേണ്ടത് അത്യാവശ്യമാണ്. സത്യാമ്മയുടെ മരുമകളായി ഒരു വലിയ വീട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായി മാറണം. പക്ഷേ എവിടെയോ എന്തൊക്കെയോ തടസ്സങ്ങൾ ഉള്ളതുപോലെ ഒരു തോന്നൽ. വേറെ ആരൊക്കെയോ എനിക്കെതിരെ, എനിക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നോ എന്നൊരു തോന്നൽ. ആരായിരിക്കും അത്? ശാലിനി ആയിരിക്കോ? ഈ കല്യാണം നടക്കാതിരിക്കാൻ അവൾ പലതും ചെയ്യും. എന്നെ അപായപ്പെടുത്താൻ വരെ ശ്രമിക്കും. സൂക്ഷിക്കണം. വിഷ്ണുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ എന്റെ ജീവൻ വരെ ആപത്താണ്. ഇത് സത്യാമ്മ എനിക്ക് സ്നേഹത്തോടെ തന്നതാണ്. ഇവിടെ വരുന്ന മരുമകൾക്ക് നൽകാനായി സൂക്ഷിച്ചു വച്ചിരുന്നത്. ഈ ഭാഗ്യം കിട്ടിയത് എനിക്കാണ്. പിന്നെ എങ്ങനെയാ നിന്നോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നാതിരിക്കുന്നത്? ആഭരണങ്ങളൊക്കെ ഇട്ടപ്പോൾ നീ ഒരു സുന്ദരി തന്നെ. വലിയ വീട്ടിൽ രാജകീയ വേഷത്തോടെ ജീവിക്കേണ്ടവൾ തന്നെ. മധുശ്രീ പറഞ്ഞത് തന്നെയാ സത്യം. ഹർഷന്റെ ഭാര്യയായി അവൻ അന്നന്ന് കൊണ്ടുവരുന്നതും കൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ടവളല്ല നീ. നിന്നെ ചതിച്ച ഹർഷനെ നല്ല നിലയിൽ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കേണ്ടവളാ നീ. ചതിക്കുത്തരം ചതി തന്നെ. ആരൊക്കെ മുടക്കാൻ വന്നാലും ഈ കല്യാണം നടന്നിരിക്കും. എന്റെ വിഷ്ണുവിനെ കൊണ്ട് കാർത്തികാന്റെ കല്യാണം കഴിപ്പിക്കില്ലേ ഹർഷനങ്ങൾ? കാർത്തികാന്റെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങളുടെ വണ്ടി കയറിയതും അമ്മയെ വിളിച്ച് പറഞ്ഞതും എല്ലാ ഹർഷനങ്ങളിനെ കൊണ്ട് ഈ കല്യാണം മുടക്കിക്കാൻ വേണ്ടിയാ. കേട്ടില്ലേ ഹർഷ? കുട്ടികൾ വരെ ഈ കല്യാണത്തിനെതിരാ. സത്യാമ്മയ്ക്കും കാർത്തികയ്ക്കും മാത്രമാണ് ഈ കല്യാണം നടന്നു കാണണമെന്ന് ആഗ്രഹമുള്ളത്. ബാക്കി എല്ലാവരും സത്യാമ്മയുടെ വാശിക്ക് മുമ്പിൽ നിന്നു കൊടുക്കുക. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോന്നവളാണ് കാർത്തിക. ഈ ഭൂമിയിൽ എന്നെ മാത്രമേ സ്നേഹിക്കുമെന്ന് എത്രയോ വട്ടം അവളെ എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നു. ആ
ആ കാർത്തിക മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതെല്ലാം കാർത്തികയെ കൊണ്ട് ആ മധുശ്രീ ചെയ്യിക്കുന്നതാ. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനും സത്യാമ്മയെ സ്വാധീനിച്ച് എനിക്കെതിരെ കാർത്തികയെ തിരിക്കുന്നതും ഈ മധുശ്രീ ഒറ്റ ഒരാളാ. എല്ലാത്തിന്റെയും പിന്നിലെ ഈ മധുശ്രീയാണ്. കാർത്തിക ഇതൊന്നും അറിയാതെ ഹർഷൻ ചതിച്ചെന്നും പറഞ്ഞാണ് വിഷ്ണുവേട്ടനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത്. മുഹൂർത്തം എത്ര മണിക്കെന്നാ പറഞ്ഞേ? 12നും 12:30 ഇടയ്ക്ക്. അതിനി അധിക സമയം ഇല്ലല്ലോ. എങ്കിൽ ഉടനെ നമുക്ക് പോവാം അങ്കിൾ. ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണം അങ്കിൾ. കാർത്തികയെ വിളിച്ചിട്ട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ ഒരു പക്ഷെ അവൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയേക്കാം. ഞാൻ സംസാരിക്കാം മാഡം. ഞാൻ വിളിച്ചിരുന്ന നമ്പർ ഇപ്പൊ കിട്ടുന്നില്ല. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു തരാം. ഹർഷൻ സംസാരിക്കേ. ശാലിനിയാണല്ലോ. ഇവൾ എന്തിനാ എന്നെ വീഡിയോ കോൾ ചെയ്യുന്നത്? കല്യാണം മുടക്കാൻ എന്തെങ്കിലും കള്ളക്കഥയായിട്ട് ഇറങ്ങിയിരിക്കാവും. എന്തായാലും ഇനി നീ എന്ത് മലമറിക്കൽ നടത്തിയാലും വിഷ്ണുവേട്ടനെ വിട്ടുകിട്ടാൻ പോകുന്നില്ലടി. കയ്യോടെ അത് പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇവൾ ഇങ്ങനെ വിളിച്ച് ചൊറിഞ്ഞോണ്ടേയിരിക്കും. ഹർഷൻ. അതെ, ഹർഷൻ തന്നെ. എന്റെ മുഖം അപ്പൊ നീ മറന്നിട്ടില്ല അല്ലേ? മറന്നത് നിങ്ങളല്ലേ? നിങ്ങളെ വിശ്വസിച്ച് എന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിട്ട് ഇറങ്ങി വന്ന എന്നെയല്ലേ നിങ്ങൾ ചതിച്ചത്? വിവാഹം കഴിച്ച സുഖമായി ജീവിച്ചപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഓർത്തു? എന്നിട്ടിപ്പോ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായപ്പോ അത് നശിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലേ? അതും ആ ശാലിനിയെ കൂട്ടുപിടിച്ച്. നിങ്ങൾക്കറിയോ, എന്റെ നാശം കാണാൻ നടക്കുന്നവളാ ആ ശാലിനി. എന്നെ ചതച്ചതും പോരാഞ്ഞിട്ട് അവളെയും കൂട്ടുപിടിച്ച് എന്നെ വീണ്ടും ദ്രോഹിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നേ? ഞാൻ എന്ത് ദ്രോഹമാ കാർത്തിക നിന്നോട് ചെയ്ത്? നിന്നെ തിരക്കി ഈ നാട് മുഴുവൻ നടന്നതോ? അതോ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി കടൽ കടന്ന് ഈ കാണുന്ന ഓട്ടം മുഴുവൻ ഓടിയതോ? ആത്മാർത്ഥമായിട്ടല്ലേ നിന്നെ ഞാൻ സ്നേഹിച്ചത്. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും ആത്മാർത്ഥമായിട്ട് തന്നെയാ. ആത്മാർത്ഥത നിങ്ങൾക്ക് എങ്ങനെയാ വാക്ക് പറയാൻ തോന്നുന്നു? മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇപ്പൊ പഴയ കാമുകിയെ തേടി വന്നിരിക്കുന്നു. അങ്ങനൊരു ബന്ധത്തിന് ഇനി ഈ കാർത്തികയെ കിട്ടില്ല. നീ അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ശാലിയുടെ കഴുത്തിൽ വിഷ്ണു താലി കെട്ടിയതാണെന്ന് അറിഞ്ഞോണ്ടല്ലേ വിഷ്ണുവിന്റെ ഭാര്യയാവാൻ നീ തയ്യാറാവുന്നത്? അപ്പൊ അത് ചതിയല്ലേ? അതിൽ വഞ്ചനയില്ലേ? ഞാൻ ഇന്നും എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് കാർത്തിക എന്ന നിന്നെ മാത്രമാണ്. കടല് കടന്ന് വന്നതും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാ. ഹർഷൻ ഒരു വാക്കേ ഉള്ളൂ. അതുപോലെ തന്നെ ഹർഷനെ സ്നേഹിക്കാനും ഈ ഭൂമി മലയാളത്തിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണില്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഫോട്ടോസ് അത് ഫേക്കാണ് കാർത്തികേ. നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. കാർത്തികേ, എല്ലാം മധുശ്രീയുടെ കളിയായിരുന്നു. ഹർഷന്റെ ഫോട്ടോയും വേറെ ഏതോ പെൺകുട്ടിയുടെ ഫോട്ടോയും ചേർത്ത് കല്യാണ ഫോട്ടോ ഉണ്ടാക്കിയത് മധുശ്രീയുടെ ബുദ്ധിയാ. ഈ കല്യാണം നടക്കേണ്ടത് അവളുടെ ആവശ്യാ. അതിനവൾ നിന്നെ കരുവാക്കി. പറയുന്നതൊക്കെ സത്യമാണോ? അപ്പോ ഹർഷനോട് ഞാൻ ചെയ്തത് വലിയ ദ്രോഹമായി പോയി കാർത്തികേ. പക്ഷെ നിനക്ക് ഇനിയും തെറ്റ് തിരുത്താൻ സമയമുണ്ട്. ഹർഷനെ സ്വീകരിക്കാനും സമയമുണ്ട്. തീരുമാനമെടുക്കേണ്ടത് നീയാ, നീ മാത്രം. എങ്കിൽ ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. സത്യാമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യാം. വേണം. നോക്ക്,
നിന്നെ മാത്രം സ്നേഹിക്കുന്നവനാണ് ഹർഷൻ. അത് ഹർഷന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവർക്കൊപ്പമാണ് കാർത്തികൻ നമ്മൾ ജീവിക്കേണ്ടത്. നിനക്ക് ചേരുന്നത് ഹർഷൻ തന്നെയാ. ഞാൻ ഹർഷനെയും കൂട്ടി ഉടനെ എത്തും. അതുവരെ നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, ഏത് വിധേനയും. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഈശ്വര, അപ്പൊ ഇത്രയും കാലം ഞാൻ ചിന്തിച്ചത് എന്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെടാൻ പോവാ. അതൊരു കുരുക്കാണ്. കാർത്തികേയന്റെ കഴുത്തി കുരുക്കുള്ള കുരുക്ക്. ഇതിപ്പോ ഞാനല്ല കാർത്തികയുടെ കഴുത്തി കെട്ടാൻ പോകുന്നേ. എന്റെ തലയില എല്ലാവരും കൂടി ഇത് വെച്ച് കെട്ടിത്തരാൻ പോകുന്നേ. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ ഈശ്വര. ശാലിനി എന്റെ ചങ്കാണ്, പുല്ലാണ്, പുല്ലാങ്കുഴലാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ ഈ വേഷം കെട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടല്ലോടാ. അമ്മയോടുള്ള കൂറ് പറഞ്ഞ് മറ്റൊരു പെണ്ണിനെ കൂടി നിനക്ക് കൂടെ കൂട്ടണം. എടാ കള്ളച്ചങ്കരാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപാര തൊലിക്കട്ടി തന്നെ. എന്നാ നീ കരുതിക്കോ, നീയൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാ ഇവിടെ ഇന്ന് അരങ്ങേറാൻ പോകുന്നത്. കണ്ടു ഞെട്ടാൻ നീ തയ്യാറായി ഇരുന്നോടാ രണ്ടാം കെട്ടുകാരാ. സത്യാമ്മ നിറഞ്ഞാടുകയാ. മുഖ്യ ശത്രുവിനെ ഒതുക്കി മകനൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നതിന്റെ ത്രില്ലുണ്ട് അവരുടെ മുഖത്ത്. സന്തോഷിക്കട്ടെ, സന്തോഷിച്ച് മറിയട്ടെ. കടൽ തീരകൾക്ക് അധിക നേരം തീരത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. തിരിച്ചു പോവണ്ടേ വന്നിടത്തേക്ക് തന്നെ. അല്ല മധുശ്രീ, നീ എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നേ? ദേ, നിനക്കറിയാലോ, ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസം ഇന്ന്. ഒരു പോരായ്മയും വരുത്താതെ ഇതൊന്ന് അവസാനിക്കുന്നത് വരെ എനിക്ക് ഇരിപ്പുണ്ടാവില്ല. ആ തങ്കം, ഹസ്ബൻഡ് വന്നില്ലേ? വന്നു. കണ്ടില്ലല്ലോ. ഫോൺ ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയതാ. ദേ, എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ടേ പോകാവൂ. ഈ തിരക്കിനിടയ്ക്ക് ഓരോരുത്തരോടായിട്ട് വന്ന് പറയാനൊക്കാത്തതുകൊണ്ടാ. ആ, എന്നാ ഇനി പെൺകുട്ടിയെ വിളിച്ചോളൂ. ശ്യാമേ, കാർത്തികയെ എതിരേറ്റ് കൊണ്ടുവരാനുള്ള കുട്ടികളൊന്നും റെഡിയാക്കിയില്ലേ? അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലേ കാർത്തികയെ പന്തലിലേക്ക് ആനയിച്ചുകൊണ്ട് വരാൻ പപ്പിയും കൂട്ടുകാരെയും താലം കൊടുത്ത് ഒരുക്കി നിർത്തണമെന്ന്. താരം നിർത്തി ആലയിക്കാനായിട്ടേ വരുന്ന തെച്ചിക്കോട്ട് രാമേന്ദ്രനൊന്നും അല്ലല്ലോ. അല്ല, ഈ ആനപ്രേമികൾക്ക് അങ്ങനെ പരിപാടി ഉള്ളതാ. പൊന്നി, സത്യമേ, താലവും കുട്ടികളും ഒക്കെ അവിടെ റെഡിയാ. എന്നാ പോയി കാർത്തിക മോളെ ആനയിച്ചോണ്ട് വാ. എന്നാ ഇനി പെൺകുട്ടി പിടിച്ചോണ്ട് വരേണ്ട, താലം കൈമാറേണ്ട ചടങ്ങാ. അതാരാ ഏറ്റുവാങ്ങുന്നതെന്ന് വെച്ചാ മുന്നോട്ട് വരിക. ശ്യാമേ, നീ ആ ചടങ്ങ് നടത്തേണ്ടത്. ഞാനോ? എന്റെ കുഞ്ഞേച്ചി എന്നേക്കുമായി ഇവിടുന്ന് പടിയിറക്കാൻ ഞാൻ തന്നെ അവൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കണോ? ഞാനാണോ അവളെ ആനയിച്ച് പന്തലിലേക്ക് കൊണ്ടുവരേണ്ടത്? താലം ഒന്ന് വാങ്ങിക്കേ, എന്നിട്ട് അതുമായി ചെന്ന് കാർത്തികയെ കൂട്ടിക്കൊണ്ടുവാ. സമയം പോകുന്നു. ഭഗവാനെ കൃഷ്ണ, എന്നോട് പൊറുക്കണേ. എന്റെ കുഞ്ഞേച്ചിയുടെ ചിതയ്ക്ക് ഞാൻ തന്നെ തീ കൊളുത്തുന്നത് പോലെ ആയല്ലോ ദൈവമേ ഇത്. ശ്യാമ വന്ന് വാങ്ങിക്കേ, നോക്കി നിൽക്കാതെ. ലോകത്തിലത് ചടങ്ങൊക്കെ ഭാമ നടത്തും. അതിന് പറ്റിയൊരു പൂജാരി എവിടെ നിന്ന് കിട്ടിയതാ? രാഘവട്ടം, ശ്യാമേ വന്ന് വാങ്ങിക്കേ. ഈ
ഈ താലം വാങ്ങിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ വാങ്ങിക്കണം. ഒരു ദക്ഷിണയും കരുതിയിരിക്കണം. അപ്പൊ അതാ കാര്യം. രോഹിത്തെ കൊടുക്ക. എന്നാ ഇനി പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നോളൂ. കുഞ്ഞേച്ചി, താലി കെട്ടുന്ന മഹാകർമ്മം ഇവിടെ നടക്കാൻ പോവാ. കുഞ്ഞേച്ചിയുടെ ശ്യാമയ്ക്ക് അതിന്റെ ഒരു ഭാഗമാകേണ്ടി വന്നിരിക്കുക. ഈ പാപം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിന് മുൻപ് ഹർഷനെയും കൂട്ടി കുഞ്ഞേച്ചി ഇനി എത്തുവോ? ഇല്ലെങ്കിൽ ഞാനിവിടെ തളർന്നു വീണ് ചത്തുവോ? അതാ എന്റെ അവസ്ഥ. ചെന്നോളൂ. പെൺകുട്ടിക്ക് താലം കൈമാറിയിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചോളൂ. ആ, എന്നാ വരനിങ്ങോട്ടിരിക്കാം. വിഷ്ണു വാ, ചെന്നിരിക്കെ. വിഷ്ണു അങ്ങോട്ട് ഇരിക്കേ. അമ്മ അങ്ങോട്ട് ഇരിക്കും മോനെ. ചെല ഇരിക്കെ. അമ്മ എന്തൊക്കെ കാണിക്കുന്നു? ഇരിക്കടാ. എല്ലാ കാര്യങ്ങളും അമ്മ പറയും പോലെ മകൻ ചെയ്യൂ. ശ്യാമേ, ഈ കല്യാണം നടക്കില്ല. ഈ കല്യാണം നടക്കരുത്. ഈ കല്യാണം നടത്തരുത്. അത് പറയാൻ താനാരാ? എന്റെ പേര് ഹർഷൻ. കാർത്തികയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നെ വിവാഹം കഴിക്കാനും എന്നോടൊപ്പം കഴിയാനും വേണ്ടിയാണ് ജയശങ്കറുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൻ്റെന്ന് കാർത്തിക വീട് വിട്ടിറങ്ങിയത്. ഞങ്ങളെ ഇനിയെങ്കിലും ഒന്ന് ഒന്നിക്കാൻ അനുവദിക്കണം. പണ്ടെങ്ങാണ്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ആ പെണ്ണിന്റെ കല്യാണ മുഹൂർത്തത്തിനല്ല ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് വരേണ്ടത്. താൻ ഇത്രയും നാൾ ഈ രാജ്യത്തൊന്നും അല്ലായിരുന്നോ? അല്ലായിരുന്നു. ഞാൻ അമേരിക്കയിലായിരുന്നു. ഒരു ജോലി സമ്പാദിച്ചിട്ട് കാർത്തികയെ അവളെ അച്ഛനോടും അമ്മയോടും മാന്യമായിട്ട് ചോദിക്കാനിരുന്നതാണ് ഞാൻ. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പുതിയ കഥകളും കൊണ്ട് എന്റെ മകന്റെ വിവാഹം മുടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക അല്ലേ? രോഹിത, പോലീസിനെ വിളിക്കടാ. ഈ കള്ളനെയും കള്ളിയും പോലീസ് തന്നെ വന്ന് കൊണ്ടുപോട്ടെ. വിളിക്കടാ പോലീസിനെ. പോലീസ് വരട്ടെ. ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് സത്യാമ്മയെ തന്നെയായിരിക്കും. നിലവിൽ വിവാഹമോചനം നേടാത്ത മകനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് അകത്ത് കിടക്കേണ്ടി വരും. ഹർഷൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഹർഷൻ തിരിച്ചു വരാനുള്ള സമയം വരെ ഒളിച്ചു താമസിക്കാൻ വേണ്ടി കാർത്തിക തിരഞ്ഞെടുത്ത വഴിയായിരുന്നു വിഷ്ണുവേട്ടനുമായി നടന്നുവെന്ന് പറയുന്ന ആ വിവാഹം.
അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാതിരിക്കാൻ ഈ നാടകം ഒരു വഴിയായി വിഷ്ണുവേട്ടനും കാണുകയായിരുന്നു. പിന്നെ ഇടക്കാലത്ത് കാർത്തികയ്ക്കുണ്ടായ മാറ്റം, ഉണ്ടായ താല്പര്യം, അതിന് മറുപടി പറയേണ്ടത് ഇവളോ, ഈ മധുശ്രീ. ഹർഷന്റെ വിവാഹം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി മോർഫ് ചെയ്ത ഹർഷന്റെ കുറെ ഫേക്ക് ഫോട്ടോസ് കാർത്തികയ്ക്ക് അയച്ചു കൊടുത്തിട്ട് വിഷ്ണുവേട്ടനെ വിവാഹം കഴിക്കേ ഇനി നിനക്ക് മാർഗമുള്ളൂ എന്ന് ഓതിക്കൊടുത്തിട്ട് കാർത്തികയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇവളാ, ഈ മധുശ്രീ. എനിക്കെന്റെ കാർത്തികയെ വേണം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. ദാ. അപ്പോ കഥ അങ്ങനെയാണ് കേട്ടോ. ഒരു സിനിമ കഥ കേൾക്കുന്ന പോലെയാ ഞാൻ കേട്ടത്. ഇനിയിപ്പോ ഇവിടെ എന്ത് നടക്കും? അതിനാ ചെക്കൻ വിചാരിക്കണം. എന്നിട്ട് ആ ശാലിനി ഒന്നുകൂടെ അങ്ങ് കെട്ടണം. അതിനാ ചെക്കൻ വിചാരിക്കോ അവൻ അമ്മ പേടിയല്ലേ? ഈ ശാലിനിക്ക് ഇത്രയൊക്കെ ചെയ്യാങ്കി ഈ ചെക്കന് ഇതിനപ്പുറം ചെയ്യാൻ പറ്റും. നീ കണ്ടോ ഇനി ആ കളി.